സ്നേഹമുള്ളവരെ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 27ാമത് ബൈബിൾ കൺവെൻഷനാണ്. ഈ വലിയ സ്ഥലത്ത് വെച്ച് എസ് ടി കോളേജിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ടാണിത്. നമ്മളിതിനെ മാർ ജോസഫ് പൗവത്തിൽ നഗർ എന്ന് പേരിട്ടിരിക്കുന്നു. അഭിവന്യ ജോസഫ് പൗവത്തിൽ പിതാവ് നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും നൽകിയിട്ടുള്ള സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ പിതാവിൻ്റെ നാമത്തിലാണ് ഈ വർഷത്തെ ഈ കൺവെൻഷൻ നഗരിയിൽ ഒത്തുചേരുന്നത്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ ഉത്സവമാണ്. ചങ്ങനാശ്ശേരി നഗരത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും ആത്മീയമായ ഉണർവും നവീകരണവും നൽകുന്ന ഒരു ഉത്സവമാണ് ഈ കൺവെൻഷൻ. 25,000 ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനുമുള്ള സൗകര്യമുള്ള ഒരു വിശാലമായ സ്ഥലമാണിത്. ചങ്ങനാശ്ശേരി എസ് പി കോളേജ് 103 വർഷം പാരമ്പര്യമുള്ള ഒരു കോളേജിൻ്റെ അങ്കണത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ കൺവെൻഷൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളാണ്. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അനുഗ്രഹങ്ങളുണ്ടാകാൻ പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് ഇവർ. നമുക്ക് പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ്റെ ഫലപ്രാപ്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. വളരെ പ്രസിദ്ധനായ സേവ്യർ ഖാൻ വട്ടായിലച്ചനാണ് ഈ കൺവെൻഷൻ നയിക്കുന്നത്. അച്ഛനോടൊപ്പം അച്ഛൻ്റെ 50 പേരടങ്ങുന്ന ഒരു പ്രേക്ഷിത സംഘം ഇവിടെ വരുന്നുണ്ട്. ഈ കൺവെൻഷന് വലിയൊരു പ്രത്യേകത, ഏതാണ്ട് ഒരു 4,000 ആളുകൾക്ക് കൗൺസിലിങ്ങിനുള്ള സൗകര്യം ക്രമീകരിക്കുന്നു എന്നുള്ളതാണ്. 50-ലധികം ആളുകൾ പ്രേക്ഷിതർ കൗൺസിലിങ്ങിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കത്തീഡ്രൽ പള്ളിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൺവെൻഷൻ ആരംഭിക്കുന്നത് 18-ാം തീയതി മുതലാണ്. ഉച്ചകഴിഞ്ഞ് 3:30 മുതലാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. വൈകുന്നേരം 9 മണിക്ക് ശുശ്രൂഷകളെല്ലാം സമാപിക്കും. 22-ാം തീയതിയാണ് കൺവെൻഷൻ്റെ സമാപനം. നിങ്ങളെല്ലാവരെയും അതിരൂപതയിലുള്ള എല്ലാ വിശ്വാസികളെയും വളരെ സ്നേഹപൂർവ്വം അഭിവന്യ തോമസ് തറയിൽ മെത്രാപ്പോലീത്തായുടെ പേരിലും ഞങ്ങളുടെ സംഘാടകരായിട്ടുള്ള എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാം. നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന, നമ്മുടെ സഭയും നമ്മുടെ സമൂഹവും നേരിടുന്ന പ്രതിസന്ധികൾക്ക് പ്രാർത്ഥനയിലൂടെ പരിഹാരം കണ്ടെത്തുവാൻ, വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികൾക്ക് ഉത്തരം നൽകുവാൻ ഈ കൺവെൻഷൻ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.